നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒഡീഷയിൽ പ്രതിപക്ഷമായി കോൺഗ്രസ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. 147-ൽ വെറും 14 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നിയമസഭയിൽ ഉള്ളതെങ്കിൽ പോലും 14 അംഗ ബ്രിഗേഡുമായി കോൺഗ്രസ് അതിതീവ്രമായി മുന്നേറുമ്പോൾ മോഹൻ ചരൺ മാഞ്ചി സർക്കാരിന് കുലുക്കമുണ്ട്. വളരെ വൈകാതെ BJDയിലെ MLAമാർ രാജിവെക്കും എന്ന് ഉറപ്പാകുന്ന സാഹചര്യമാണ്. ഒഡീഷയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാമാങ്കം നടക്കും. അത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഇലക്ഷൻ പ്രക്രിയ ആയിരിക്കും എന്നാണ് ഒഡീഷയിലെ PCC അധ്യക്ഷൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഭക്ത ചരൺ ദാസ് ഏറെ വൈകാതെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അണികൾ ആവേശപൂർവ്വം പറയുന്നത്. 2029-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനുള്ളതായിരിക്കുമെന്നും കോൺഗ്രസ് ദക്ഷിണ മേഖലയിൽ നിന്നും ഒഡീഷയിൽ സർവ്വമേഖലയിലും കത്തിക്കയറുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. വനിതാ പ്രാതിനിധ്യം മറ്റുള്ള പാർട്ടിയേക്കാളും കോൺഗ്രസിനുള്ളിൽ ഒഡീഷയിൽ കൂടുതലാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ പലരും ഒഡീഷയിൽ നിലവിൽ DCCയിൽ കാര്യമായ സ്ഥാനം തന്നെ വഹിക്കുന്നുണ്ട്. സോഫിയ ഫിർദോസ് എന്ന MLA അടക്കം നിരവധി നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ വനിതാ നേതാക്കൾക്ക് സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിൽ ഒരു മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭക്ത ചരൺ ദാസ് പറഞ്ഞിരിക്കുന്നത് നിലവിലെ വോട്ട് ഷെയർ, കൃത്യമായി പറഞ്ഞാൽ 12% വോട്ട് ഷെയർ എന്നത് നേരെ 30% ആകും എന്ന് തന്നെയാണ്. ലോക്സഭയിൽ 21 സീറ്റുകളാണ് ഒഡീഷയിൽ ഉള്ളതെങ്കിൽ 21-ൽ 20 നേടിയത് BJP ആണ്. ഒരു സീറ്റ് കോൺഗ്രസും. ഒരൊറ്റ സീറ്റ് പോലും 24 കൊല്ലം ഭരിച്ച നവീൻ പട്നായിക്കിൻ്റെ BJDക്ക് കിട്ടിയില്ല. BJD തകരുകയാണ്. നവീൻ പട്നായിക്കോടുകൂടി BJD എന്ന പാർട്ടി തീരുകയാണ്. വാസ്തവത്തിൽ BJDയുടെ തകർച്ചയ്ക്ക് കൃത്യമായ കാരണം പട്നായിക്കിൻ്റെ ചില എടുത്തിയാട്ടം തന്നെയാണ്. പാണ്ഡ്യനെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് BJP നടത്തിയ കുപ്രചരണം അതിതീവ്രമായി ഒഡീഷയിലെ മണ്ണിൽ ഏറ്റു എന്നുള്ളതും, അതുമാത്രമല്ല BJDക്ക് സ്ഥിരതയില്ല എന്നുള്ളത് ഒരു പ്രൊപ്പഗാൻഡയായി മോഹൻ ചരൺ മാഞ്ചി ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒഡീഷയിൽ നിന്നുള്ള മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം പറയുന്നത് ഒഡീഷ BJP മൊത്തത്തിൽ പിടിച്ചെടുത്തു എന്നും ഗുജറാത്തിനെ പോലെ BJPയുടെ ഈറ്റില്ലമായി മാറിക്കഴിയും എന്നാണ് പറയുന്നത്. എന്നാൽ 5 കൊല്ലത്തെ കാത്തിരിപ്പിനുള്ളിൽ BJP തകിടമറിയും എന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം ചെറുതായൊന്നുമല്ല സംഘപരിവാറിനെ കുലുക്കുന്നത്. നമുക്കറിയാം, വലിയ തോതിലുള്ള വർഗീയ ഭീകരത കൊണ്ടാടിയിട്ടുള്ള സംസ്ഥാനമാണ് ഒഡീഷ. ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം, പ്രതാപ് ചന്ദ്ര സാരംഗി അടക്കമുള്ള നിരവധി നേതാക്കൾ എങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആരോപണം മാത്രമല്ല, തെളിവ് സഹിതം FIR എടുത്ത കേസാണ്. പ്രതാപ് ചന്ദ്ര സാരംഗി നിലവിൽ പാർലമെൻറ്റ് അംഗമാണ്. ബാലസോറിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള ബജ്രംഗ് നേതാക്കൾ ഉൾപ്പെടെ ഒഡീഷയിൽ നടത്തിയിട്ടുള്ള നിരവധി അക്രമ സംഭവങ്ങൾ ഓരോന്നായി എണ്ണി പറയുകയാണ് കോൺഗ്രസ്.